ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് പ്രോമിസ് ചെയ്ത പോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഹോളോവേ ആൻഡ് ഗേജി ആ ഫൈറ്റിൻ്റെ റിയാക്ഷനാണ്. അപ്പോൾ ഒരു 3 ഡൗട്ടുകൾ, അതിനുശേഷം നമ്മൾ നേരെ റിയാക്ഷനിലേക്ക് കിടക്കുകയാണ്. ഡൗട്ടുകൾ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തു നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് വീഡിയോ കാണിക്കുന്നില്ല ബ്രോ? അത് ഇച്ചിരൂടെ സൂപ്പറായിരിക്കില്ല. വീഡിയോ കാണിക്കണമെന്ന് എനിക്കും താല്പര്യമുണ്ട്, പക്ഷേ കോപ്പിറൈറ്റ് പിടിക്കും. അപ്പം തന്നെ കോപ്പിറൈറ്റ് ക്യാൻസൽ ചെയ്ത് കളയും. വെറുതെ എന്തിനാണ് നമ്മൾ വെട്ടും കുത്തുമൊക്കെ കേൾക്കുന്നത്. രണ്ടാമത്തെ ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചത്, ബ്രോ ഏത് ചാനലിലാണ് ഇപ്പോൾ റിയാക്ഷൻ കഴിഞ്ഞ വീഡിയോ ഏത് ചാനലിലാണ് കണ്ടോളൂ? അത് ഈസിയാണ്. നമുക്ക് തിരിച്ച് സോണി ലൈവ് അതിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നേരെ യൂട്യൂബിൽ പോവുക. ഇഷ്ടം പോലെ ആളുകൾ ഹൈലൈറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതെനിക്കറിയില്ല, അവരെ എന്തുകൊണ്ട് കോപ്പിറൈറ്റ് പിടിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അതെന്തോ എൻ്റെ സീക്രട്ട് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായി. പക്ഷേ ഇഷ്ടംപോലെ ആളുകൾ ഈ ഹൈലൈറ്റുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി അത് എന്തെങ്കിലും അറേഞ്ച്മെൻ്റ് ആണോ UFC-യുമായി എനിക്ക് അറിഞ്ഞുകൂടാ. അത് അവരെ എന്തായാലും കോപ്പിറൈറ്റ് പിടിക്കുന്നുമില്ല, നല്ല വ്യൂസും കിട്ടും. പച്ചയ്ക്ക് വീഡിയോ ഇടുന്നുമുണ്ട് അവർ. ഓക്കെ, നമുക്ക് നല്ലതാണ്. ഞാൻ അതിലൊരു വീഡിയോ ആണ്. ഇഷ്ടം പോലെ വീഡിയോസ് അവൈലബിൾ ആണ്. ജസ്റ്റ് നമ്മൾ യൂട്യൂബിൽ പോയിട്ടേ ഇഷ്ടപ്പെട്ട ഫൈറ്റ് അടിച്ചു കൊടുത്താൽ മതി, ഇഷ്ടം പോലെ വീഡിയോസ് കിട്ടും. ഫുൾ ഫൈറ്റ് ഇല്ല എന്ന് മാത്രം, ഹൈലൈറ്റ്സ്. പക്ഷേ ഓൾമോസ്റ്റ് ഫുൾ ഫൈറ്റ് പോലെ തന്നെയാണ്. പിന്നെ മൂന്നാമത്തെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ബ്രോ എവിടെയാണ് നമ്മുടെ ചാൾസ് ഒലിവേറ ആർമാൻ ഫൈറ്റ്? അത് വെടിക്കെട്ട് ഫൈറ്റാണ്. അടുത്ത റിയാക്ഷൻ അതാണ്. ഓക്കെ, തീർച്ചയായിട്ടും അതായിരിക്കും, ഗോഡ് വില്ലിങ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് കിടക്കാം. വളരെ നല്ലൊരു സംഭവമാണിത്. നമുക്കും പഠിക്കാം, എല്ലാവർക്കും പഠിക്കാം. ഓക്കെ, അപ്പം നേരെ ഞാൻ ഓണാക്കാൻ പോവാണ്. ഓക്കെ, ഗേജി വന്നിരിക്കുകയാണ്. ഈ യൂട്യൂബ് ഹൈലൈറ്റ്സ് കാണുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഹൈലൈറ്റ്സ് കാണുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കഴിയുകയും ചെയ്യും, നമുക്ക് ഒരുപാട് നേരം എടുക്കത്തില്ല. അപ്പോൾ ഹോളോവേ തയ്യാറായി കഴിഞ്ഞു, ജസ്റ്റിൻ ഗേജിയും തയ്യാറായി കഴിഞ്ഞു. ഓക്കെ, ഞാൻ കുറച്ചൊന്ന് ഓടിച്ചു വിടാം. ഫൈറ്റ് തുടങ്ങി. ഓക്കെ, രണ്ടുപേരും സൂക്ഷിച്ചാണ് ആദ്യമൊക്കെ കളിക്കുന്നത്. റൗണ്ട് 1 ജസ്റ്റിൻ ഗേജി അതുപോലെ ലോ ലെഗ് കിക്സ് അടിക്കുന്നുണ്ട്. പവർഫുൾ കിക്കുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജസ്റ്റിൻ ഗേജി. ഹോളോവേക്ക് ഇമ്പാക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഹോളോവേ എപ്പോഴും ഫൈറ്റിന് റിങ്ങിന് നടുക്ക് കളിക്കാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരു വ്യക്തിയാണ് ഹോളോവേ എന്ന് പറയുന്നത്. ഹോളോവേയും വിട്ടുകൊടുക്കുന്നില്ല. ജസ്റ്റിൻ ഗേജി ഇപ്പോൾ ഇത്തിരി സ്ലോ ആയിട്ടുണ്ട്. റൗണ്ട് 1 3 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇടയ്ക്ക് പൊട്ടിച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 2 മിനിറ്റ് 40 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേനും ഹോളോവേ ഒരു നല്ല പഞ്ചിങ് കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റിൻ ഗേജി ഇത്തിരി കുലുങ്ങിപ്പോയി കേട്ടോ. ഇപ്പോൾ ക്ലോക്കിൽ 2 മിനിറ്റ് 8 സെക്കൻഡ്. ഹോളോവേ നല്ല കോൺഫിഡൻ്റ് ആയി കാണപ്പെടുന്നു. നല്ല ബോക്സിംഗ് ആണ്. ഹോളോവേ ബെസ്റ്റ് ബോക്സറാണ്. ജസ്റ്റിൻ ഗേജി ഒരു ഇത്തിരി സ്ലോ ആയ പോലെ. ഒരുപക്ഷെ ഹോളോവേയുടെ ബോക്സിംഗ് കണ്ടിട്ട് ഞെട്ടിയതായിരിക്കണം. ആ ലെഗ് കിക്കൊന്നും കാണാനേ ഇല്ല ഇപ്പോൾ. റൗണ്ട് 1 തീരാൻ ഇനി ഏകദേശം 1 മിനിറ്റ് ബാക്കി. ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോനേക്കാളും ഇത്തിരിയും കൂടി ദൈർഘ്യം കൂടുതലായിരിക്കും. കാരണം കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ അലക്സ് ജമഹലിനെ ഒറ്റ റൗണ്ട് കൊണ്ട് തീർത്ത് കളഞ്ഞില്ലേ. ഇത് അതുപോലെ അല്ലല്ലോ. അപ്പോൾ ഇത് ഇച്ചിരി നീണ്ടു പോവും വീഡിയോ. ഇപ്പോൾ തന്നെ 3 മിനിറ്റായി. നോക്കുമ്പോഴല്ലോ, സൂക്ഷിച്ച് നോക്കുമ്പോൾ ഹോളോവേ നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു ഇതിനകത്ത്. അങ്ങനെ റൗണ്ട് 1 കഴിഞ്ഞു. ആ ഒരു സ്പിന്നിങ് ബാക്ക് കിക്ക് കണ്ടായിരുന്നോ? മറ്റേ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് അടിക്കുമ്പോഴേ ബോൾ അങ്ങ് പറന്നു പോകത്തില്ലേ, അതുപോലെ ഹോളോവേ ഒരു സ്പിന്നിങ് കിക്ക് നടത്തിയപ്പോൾ തെറിച്ചങ്ങ് പോയി. അതേപോലെ തന്നെ ജസ്റ്റിൻ ഗേജിയുടെ മൂക്ക് പൊട്ടി പാളീസായി പോയിരുന്നു. മൂക്ക് പൊട്ടി, നോസ് ബ്രേക്കാണ്. അത് വെച്ചിട്ടാണ് കളിച്ചിരിക്കുന്നത്. ഞാൻ അതാണ് പറഞ്ഞത്, ഇവരൊക്കെ മനുഷ്യർ തന്നെയാണോ എന്നുള്ളതാണ്. നമ്മളൊക്കെ മൂക്ക് പൊട്ടി കഴിഞ്ഞു അല്ലേ, ഇവർ അതും വെച്ചിട്ടാണ് കളിക്കുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളും. കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ ആ ഒടിഞ്ഞ പടുതി കളിക്കും. കാലിൽ ഫ്രാക്ചർ വന്നാൽ അത് വെച്ച് കളിക്കും. ഫൈറ്റ് തീർക്കുക എന്നുള്ളതാണ്. ഇൻഹ്യൂമൻ, സൂപ്പർ ഹ്യൂമൻ.
സൂപ്പർ ഹ്യൂമൻ തന്നെയാണ്. റൗണ്ട് 2 കടന്നിരിക്കുകയാണ്. ഇവരെല്ലാവരും സൂപ്പർ ഹ്യൂമൻസാണ്. റൗണ്ട് 2 കടന്നിരിക്കുകയാണ്. ജസ്റ്റിൻ ഗേജിയുടെ മൂക്ക് ചോര ഒലിക്കുന്നുണ്ട്. ചോര എന്തോ ഒരു ഈ മൂക്കിൻ്റെ പുറത്ത് ആപ്പിൾ ജാം പുരട്ടിയ പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈക്കോളജി എന്താണെന്നറിയാമോ? ഈ ഒരു രക്തം കാണുമ്പോൾ ഉണ്ടല്ലോ, എതിരാളിക്ക് ഭയങ്കര പ്രചോദനമാണ്. വീണ്ടും അവിടെ തന്നെ കൊടുക്കും. അതൊരു ഫിലോസഫിയാണ്. ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തതെന്ന് മാത്രം. ഫൈറ്റിങ്ങിൽ എല്ലാവരും ചെയ്യുന്നതാണ് അത്. അതായത് ഇപ്പം ജസ്റ്റിൻ ഗേജിയുടെ മൂക്ക് രക്തം ഒലിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇത് ഹോളോവേക്ക് ഒരു പ്രചോദനമായിരിക്കും. വീണ്ടും അവിടെ തന്നെ കൊടുക്കും. പിന്നെ അവർക്ക് കാണാൻ ടാർഗറ്റാണ് അത്. പിന്നെ ചോമ്പ്, രക്തം ചോമ്പാണ്. സോ ദാറ്റ് ഇസ് എൻ ഈസി ടാർഗറ്റ്. അവിടെ തന്നെ വീണ്ടും വീണ്ടും കൊടുക്കും. പിന്നെ അവർക്കൊരു ഒരു ഒരു സൈക്കോളജിക്കൽ ഇതും കൂടിയാണ്. ചൂട് കൊണ്ടാണോ അതോ ഫൈറ്റിൻ്റെ ഇത് കൊണ്ടാണോ എന്ന് വിയർക്കുന്നു, വല്ലാതെ ഞാൻ വിയർക്കുന്നു. ഓക്കെ, ഇനിയും റൗണ്ട് 2 ഏകദേശം 2 മിനിറ്റ് ബാക്കി. ജസ്റ്റിൻ ഗേജി പഞ്ചറായ പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ ആ ഫോഴ്സ് വിടുന്നില്ല പുള്ളിയെ. ഫേസൊക്കെ പഞ്ചറായ പോലെയാണ്. ഹോളോവേ ഫ്രഷാണ്. ഹോളോവേ ഫ്രഷ്, ഒന്നും സംഭവിച്ചിട്ടില്ല ഹോളോവേക്ക്. ഹോളോവേ ഉണ്ടല്ലോ, ആ പുള്ളിയുടെ ബോക്സിങ് IQ വളരെ സ്ട്രോങ് ആണ് ഹോളോവേൻ്റെ. ഇനി ഹോളോവേ ലെഗ് കിക്സ് കൊടുക്കുന്നുണ്ട്, ലോവർ ലെഗ് കിക്ക്. ഹോളോവേ ഉണ്ടല്ലോ കുറച്ച് ലെവൽ ചേഞ്ച് നടത്തി. ലെവൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ കുനിഞ്ഞിട്ട് റൈറ്റ് കൊണ്ട് ബെല്ലിക്കിട്ട് ഇടിക്കുന്നുണ്ട്. ബെല്ലി ഷോട്ട്സ് കൊടുക്കുന്നുണ്ട്. പഞ്ചാണ്, പഞ്ച്. ഭയങ്കര IQ ആണ് ഹോളോവേ. നല്ല ആലോചിച്ചും കണ്ടും നോക്കിയും കണ്ടും ഒട്ടും തന്നെ ടെൻഷൻ ഇല്ല മുഖത്ത്. നോക്കി വളരെ കെയർഫുള്ളായിട്ടാണ് കളിക്കുന്നത്. ജസ്റ്റിൻ ഗേജി എന്ത് ചെയ്യുമെന്ന് അറിയോ? പാഞ്ഞ് അടുത്തേക്ക് വരുമേ. അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഹോളോവേ അതിനെ കൗണ്ടർ ചെയ്യും എന്ന് പറഞ്ഞാൽ ഇടി കൊടുക്കും. അപ്പോഴും ഇടി കൊടുക്കും. അപ്പോൾ അപ്പോഴും വീണ്ടും റൗണ്ട് 2 കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഗേജിക്ക് അത് പ്രശ്നമാണ്. അടുത്തേക്ക് പാഞ്ഞ് ചെല്ലുമ്പോഴേ ഒരു കരാട്ടെ സ്റ്റൈൽ പോലെ അടുത്തേക്ക് പാഞ്ഞ് ചെല്ലുമ്പോൾ തന്നെ അപ്പോൾ തന്നെ കൗണ്ടർ കൊടുക്കും. ഞാൻ ആ ഫേസ് നോക്കുമായിരുന്നേ. ഹോളോവേ ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ പോലെയാണ്. അതായത് ഒരു പ്രശ്നമില്ല, പ്യുവർ വൈറ്റ്. ഗേജിയുടെ ഫുൾ രക്തമാണ്. അതിപ്പോൾ തുടച്ചിട്ട് വന്നിരിക്കുകയാണ്. റൗണ്ട് 3 കടന്നിരിക്കുകയാണ്. റൗണ്ട് 3 കടന്നിരിക്കുകയാണ്. വീഡിയോ 7 മിനിറ്റ്. മൈ ഗോഡ്, റെക്കോർഡ് തകർക്കുമോ? ഗേജി ഇപ്പം ഒരു പടക്കൻ ലെഗ് കിക്സ് കൊടുക്കുന്നുണ്ട്. മാക്സ് ഹോളോവേ മിക്സപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പഞ്ച് കിക്സ് എല്ലാം, പക്ഷേ കൂടുതൽ പഞ്ച്. ഇപ്പോൾ ബോഡി കിക്സ് കൊടുക്കുന്നുണ്ട് ഹോളോവേ. ഓ, ജസ്റ്റിൻ ഗേജി നമ്മുടെ പോറിയറിന് കൊടുത്ത പോലെ ഹൈ കിക്കൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഹോളോവേ അതൊക്കെ കിലോമീറ്ററുകൾക്ക് അകലെയെന്ന് കാണുന്നുണ്ട്. വീണ്ടും അതെ, ആ കുനിഞ്ഞിട്ടുള്ള ബോഡി ഷോട്ട്സ്, കൈ കൊണ്ടുള്ള ജാബും കൊടുക്കുന്നുണ്ട്, ക്രോസും കൊടുക്കുന്നുണ്ട്. ഇതേ വീണ്ടും എന്താണെന്ന് മനസ്സിലായോ? ഹോളോവേ ഇങ്ങനെ കുനിഞ്ഞിട്ട് ബോഡിക്കിട്ട് പഞ്ച്. അത് നമ്മുടെ അലക്സ് ചെയ്ത പോലെ, ജമഹലിനിട്ട് ചെയ്ത പോലെ. ഓ ഓ നൈസ് നൈസ് ഗൈസ്, ഒരു ജാബ് ആൻഡ് ക്രോസ് കേട്ടോ ഹോളോവേയുടെ. പ്യുവർ ക്ലിയർ ആയിട്ട് കൊണ്ടു. ഇതൊക്കെ എന്താണെന്നറിയോ? അങ്ങനെ ഒരു 2 എണ്ണം കൊണ്ടു കഴിയുമ്പോൾ തന്നെ ഭയങ്കര കോൺഫിഡൻസ് ആണ് ഹോളോവേക്ക്, ആർക്കാണെങ്കിലും. പ്യുവറായിട്ട് കൊണ്ടു. ജസ്റ്റിൻ ഗേജി ഞെട്ടി തരിച്ചു പോയി. വീണ്ടും ബാക്ക് കിക്ക്, ബാക്ക് കിക്ക്. ആ ബാക്ക് കിക്ക് ഉണ്ടല്ലോ, സ്പിന്നിങ് ബാക്ക് കിക്ക്, അത് വീണ്ടും ആദ്യത്തെ റൗണ്ട് പോലെ കൊണ്ടില്ല എങ്കിലും നല്ല രീതിയിലൊരു എഫക്റ്റ് ഉണ്ടായി. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് അറിയാമോ? എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഗേജിയുടെ ടീം പോലും ഹോളോവേ ഇത്ര ടെക്നിക്കലാണെന്ന് മനസ്സിലായി കാണത്തില്ല, പ്രതീക്ഷിച്ച് കാണില്ല. എനിക്ക് തോന്നുന്നത് ഗേജി വളരെ ശ്രദ്ധാലുവായിട്ടാണ് കളിക്കുന്നത്. പക്ഷേ ഒരു ആ ഞെട്ടലുണ്ട് ഫേസിൽ. അതായത് ഇവനെ ഇനി എന്ത് ചെയ്തിട്ടാണ് ഇതേ കിടക്കുന്നു. ഗേജി കിക്ക് ചെയ്യാനായിട്ട് കാലൊക്കെ പൊക്കി. ഹോളോവേ ജസ്റ്റ് ഒരു തൊള്ളു വെച്ച് കൊടുത്തു. അതൊരു ടെക്നിക്കാണ് കേട്ടോ. കിക്ക് ചെയ്യാനായിട്ട് കാല് പൊക്കുമ്പോഴത്തേനും ഒറ്റക്കാലിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ് പോയി. റൗണ്ട് കഴിഞ്ഞു. ആ റൗണ്ട് കഴിഞ്ഞു. എന്താ പറയുക, ഹോളോവേ വളരെ ഫ്രഷ്. ഒരു യുദ്ധത്തിൽ വന്നാണെന്ന് നമുക്ക് പറയത്തേ ഇല്ല. അങ്ങനെ ഹോളോവയുടെ ഫേസ് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തില്ലേ, അതുപോലെ തന്നെ. ഞാൻ പോലും ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പോലും വിയർത്തിരിക്കുന്നുണ്ടോ? ഹോളോവയ്ക്ക് അത്ര വിയർപ്പ് പോലും ഇല്ല. എന്തൊരു കഷ്ടമെന്നോ. ഇത് എത്രാമത്തെ റൗണ്ടാണിത്? ഇത് 4ാം റൗണ്ടാണ് ഗൈസ്. 4ാം റൗണ്ടാണ്. 4ാം റൗണ്ട് ജസ്റ്റ് തുടങ്ങി. ഫ്രണ്ട് കിക്കൊക്കെ കൊടുക്കുന്നുണ്ട് ഹോളോവേ. ഫ്രണ്ട് കിക്ക്, പുഷ് കിക്ക് എന്ന് പറയത്തില്ലേ, മുയത്തായിൽ ടീപ്പ് എന്ന് പറയും. അതാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മൂപ്പര്. അതാണിപ്പോൾ പുള്ളിയുടെ സ്റ്റൈല്. ഇതിന് മുമ്പൊക്കെ എന്തായിരുന്നു, പുള്ളി കുനിഞ്ഞുകൊണ്ട് പഞ്ച് കൊടുക്കുമായിരുന്നു വയറിനിട്ട്. ഇപ്പോൾ കിക്ക് കൊടുക്കുന്നു. ഇത് വീണ്ടും പഞ്ച് കൊടുത്തു. ആ പഞ്ച്
അതായത് ലെവൽ ചേഞ്ച്, ഒന്ന് കുനിഞ്ഞ് ഒരു ജാബ് പോലെ, ജാബും കൊടുക്കും ക്രോസും കൊടുക്കാറുണ്ട് ഗേജിയുടെ ഏകദേശം വയറ് ഭാഗത്തായിട്ട്. ഇടയ്ക്ക് ആ കിക്കും കൊടുക്കുന്നുണ്ട്, മിക്സപ്പ് ചെയ്യുവാണ്. പുഷ് കിക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കരാട്ടെ കിക്ക് പോലെ ഇങ്ങനെ ജസ്റ്റ് കൊടുക്കുവാണ്. ദാറ്റ് ഈസ് ഗുഡ്. ഇപ്പോൾ ഒരു 3 മിനിറ്റ് 30 സെക്കൻഡ് ബാക്കി. റൗണ്ട് 4 ചാമ്പ്യൻഷിപ്പ് റൗണ്ട്സ് ആണ് കേട്ടോ. ചാമ്പ്യൻഷിപ്പ് റൗണ്ട്സ് ഇൻ ദ സെൻസ് ഫൈനൽ റൗണ്ട്സ്. ഓ ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ, ബ്യൂട്ടിഫുൾ. ഒരു അപ്പർ കട്ട് കൊടുത്ത് ഓവർ ഹാൻഡ്. അപ്പർ കട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ഓവർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ മേളിൽ കൂടെ കറക്കി അടിക്കത്തില്ലേ, ആ കോമ്പിനേഷൻസ്. ഹോളോവയുടെ ബോക്സിംഗ് കോമ്പിനേഷൻസ് പ്രമാദമാണ്. വീഡിയോ ഒരുപാട് ദൈർഘ്യമായി പോയല്ലേ. കളിക്കാർ ഇത്ര വിയർക്കുന്നില്ല, ഞാൻ വിയർക്കുന്നു നോക്കി. എന്തൊരു അധ്വാനം നോക്കി, എനിക്ക് ഇരുന്ന് സംസാരിക്കുമ്പോഴും വിയർപ്പാണ്. എന്താണെന്നറിയോ, ഗേജി വളരെ വയലൻ്റായിട്ട് അടുത്തേക്കൊക്കെ കയറി വരുവേ, ഒന്നും വർക്കൗട്ട് ആവത്തില്ല. ഹോളോവേ തിരിച്ച് വയലൻ്റ് ആവും അടുത്തേക്ക് വരുമ്പോൾ. കൊള്ളത്തില്ല, ഇടി മേടിക്കത്തില്ല പുള്ളി. ഹോളോവേ എന്തെങ്കിലും ചെയ്തല്ല, ചിന്തിച്ചിട്ട് പുള്ളി കൗണ്ടർ ചെയ്യും. അതിനെ കൗണ്ടർ ചെയ്തിട്ട് തിരിച്ചു. അപ്പോൾ ഗേജി ഇത്തിരി അലർട്ടാവും. ഓ മൈ ഗോഡ്, ഇവൻ്റെ അടുത്ത് അങ്ങനെ ആ പരിപാടിയൊന്നും നടക്കത്തില്ല. ഗേജിയുടെ ഒരു പഞ്ച് ലാൻഡ് ചെയ്തു കേട്ടോ. അത് ഹോളോവേ ജസ്റ്റ് പോടേ എന്ന രീതിയിലാണ്, പക്ഷേ പഞ്ച് നല്ല പഞ്ചായിരുന്നു ഗേജിയുടെ കേട്ടോ. ഒരു ഓവർ ഹാൻഡ് റൈറ്റ് ആയിരുന്നു. വീണ്ടും അത് വർക്കൗട്ട് ആയതുകൊണ്ട് ഗേജി വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ ഇപ്പോൾ ഗേജി ബോഡി കിക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പഞ്ച് ലാൻഡ് ചെയ്തപ്പോഴേ ഇത്തിരി ഒരു കോൺഫിഡൻസ് വരും. കഴിഞ്ഞു. റൗണ്ട് 4 കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ അവസാനത്തെ റൗണ്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്കൊന്ന് പോകാം. എനിക്ക് വേണേൽ ഇനി ഡീറ്റെയിൽ ആക്കാം, പക്ഷേ 11 മിനിറ്റ് ആയില്ലേ. റൗണ്ട് 5 ഓക്കെ. ആ കളി തീരാനാവുന്നതുകൊണ്ടേ വീണ്ടും ആ സ്പിന്നിങ്. എനിക്ക് തോന്നുന്നു ഹോളോവേ അറ്റ്ലീസ്റ്റ് ഒരു 3 അതിൽ കൂടുതൽ വട്ടോ ആ സ്പിന്നിങ് ബാക്കിക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം ഗുണം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും സ്പിന്നിങ് ബാക്കിക്ക് അത് മൂപ്പര് പ്രാക്ടീസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സ്പിന്നിങ് ബാക്കിക്ക് നല്ല ഫോഴ്സാണ് കേട്ടോ. അത് കൊണ്ടുകഴിഞ്ഞാൽ മോനെ ഊപ്പാട് തീർന്നു പോകും. വീണ്ടും ആ ഒരു ഓ മൈ ഗോഡ്, ആ ഒരു എന്താ സംഭവം മനസ്സിലായല്ലോ. ഹോളോവേ ഇങ്ങനെ വാടേ റിങ്ങിന് നടുക്കോട്ട് വാ അങ്ങനെ പറയുമ്പോഴേ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഈ മാസ്ഫീൽഡിൽ പറഞ്ഞു ഇൻ്റർവ്യൂവിൽ, ഹോളോവേ ഇങ്ങനെ കാണിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, നമ്മൾ കണ്ടം വഴി ഓടണം, അവിടെ നിൽക്കരുത് എന്നാണ് പറയുന്നത്. പക്ഷേ ഗേജി നമ്മളിതൊക്കെ പറയും, നമ്മളൊക്കെ കണ്ടം വഴി ഓടും. ഗേജി ഇങ്ങനെ കാണിച്ചപ്പോഴത്തേന് ഗേജി ഉഷാറാണ്. ആഹാ അത് ശരി, പുള്ളിക്ക് വയലൻസ് ആണേ. അങ്ങനെ ഗേജി പോയി. അങ്ങനെ ഗേജി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചക്ക വെട്ടിയിട്ട് പോയി നമ്മുടെ പ്ലംപായിട്ടാണ് കൊണ്ട്. പ്ലംപ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, പ്യുവറായിട്ട് കറക്റ്റായിട്ട് അതങ്ങ് കൊണ്ടു കേട്ടോ. ഞാൻ വേറൊരു കാര്യം നോട്ടീസ് ചെയ്തു, ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ ഇത് വന്നില്ലേ, ഗേജി ഇടയ്ക്കിടയ്ക്ക് താഴോട്ടൊക്കെ നോക്കിയാണ് കണ്ണും പൂട്ടി എറിയൂലേ, അതുപോലെ ആയിരുന്നു. പക്ഷേ ഹോളോവേ എല്ലാം കാണുന്നുണ്ടായിരുന്നു, സ്പൈഡർമാൻ കാണുന്ന പോലെ എല്ലാം കാണുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് കറക്റ്റായിട്ട് കൊണ്ടു, പുള്ളി ക്ലോസ് ആയി. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളോവേ ആണ് മുൻതൂക്കം. ഹോളോവേക്ക് അതിൻ്റെ യാതൊരു ആവശ്യമില്ലായിരുന്നു ഇങ്ങനെ കാണിക്കണ്ടേ, എല്ലാം നഷ്ടപ്പെടുമായിരുന്നു. പക്ഷേ അത് പുള്ളിയെ സമ്മതിച്ചു കേട്ടോ. ഗേജിക്ക് വേറെ വഴിയില്ല, ഗേജിക്ക് അതായിരുന്നു ഒരു ലാസ്റ്റ് ചാൻസ്. പക്ഷേ അത് സമ്മതിക്കണം, ട്രൂ വാരിയേഴ്സ്. ഓക്കെ, അങ്ങനെ കളി കഴിഞ്ഞിരിക്കുകയാണ്. മാക്സ് ഹോളോവേ ജയിച്ചിരിക്കുകയാണ്. അടുത്ത നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ ചാൾസ് ഒലിവേറ ആൻഡ് അർമാൻ വീഡിയോ കാണുന്നതാണ്. ഓക്കെ ബൈ ഗൈസ്, ടേക്ക് കെയർ. ഞാനൊരു മൂന്ന് പേരാണ് ഫൈറ്റ് ചെയ്തത്. ഒന്ന് ഹോളോവേ, ഒന്ന് ഗേജി, ഒന്ന് ഞാൻ. കണ്ട എൻ്റെ വിയർപ്പ് കണ്ട, ഭയങ്കരം തന്നെ, ഭയങ്കരം.